ഹലോ, ഗുജറാത്ത് ടൈറ്റൻസ് ആൻഡ് ഡൽഹി ക്യാപിറ്റൽ. വളരെ ഇൻട്രസ്റ്റിംഗ് മാച്ച്. അതുപോലെ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു കാണും. അങ്ങനത്തെ കോമഡി. ആദ്യം ബാറ്റ് ചെയ്ത മറ്റേ ഗുജറാത്ത് ടൈറ്റൻസ് 70 റൺസ് എടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല്, 52 റൺസ് എടുത്ത ജോസ് ബട്ട്ലർ, ദെൻ 55 റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറിന്റെ സഹായത്തോടു കൂടി 210 റണ്ണാണ് എടുത്തത് 4 വിക്കറ്റിന് 20 ഓവറിൽ. തുടർന്ന് ബാറ്റിംഗ് ചെയ്ത ഡൽഹി നന്നായി കളിച്ചു. പത്തു നിസംഗ 41 റൺസ് എടുത്തു. ദെൻ കെ എൽ രാഹുൽ 92 റൺസ് എടുത്തു. ദെൻ 41 റൺസ് ഡേവിഡ് മില്ലർ എടുത്തു. ഈസിയായി ജയിക്കാവുന്ന ഒരു കളി എങ്ങനെ നശിപ്പിക്കാം? പൊട്ടത്തരം കൊണ്ട്. പൊട്ടന്മാർ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പൊട്ടന്മാർ ഞാൻ കണ്ടിട്ടില്ല. പാകിസ്ഥാൻ ടീമിലുണ്ടാവും ഇങ്ങനെ പൊട്ടംകളി കളിക്കുന്നത്. നോക്കൂ, 19.4 ഓവർ കഴിഞ്ഞപ്പോൾ അവർക്ക് ജയിക്കാൻ 2 റൺസ്, 2 ബോളിൽ 2 റൺസ്. ഡേവിഡ് മില്ലറിന് ഒരു സിംഗിൾ എടുക്കായിരുന്നു. 19.5 ഓവറിൽ ആ 5th ഓവറിൽ സിംഗിൾ ഉണ്ടായിരുന്നു. സിംഗിൾ ഡിനേ ചെയ്തിട്ട് അടുത്ത ബോളിൽ ബീറ്റനായി ഓടി നമ്മുടെ കുൽദീപ് റൺഔട്ടായി. ഒന്ന് നോക്കൂ, ആ സിംഗിൾ എടുത്തെങ്കിൽ മാച്ച് ടൈ ആയിരുന്നു. എന്തൊരു പൊട്ടത്തരാലും ചോക്കു. 3 കളിയും ജയിച്ചിട്ട് ടേബിൾ ടോപ്പിൽ എത്താൻ പറ്റിയ ഒരു അവസരമാണ് ഡൽഹി ക്യാപിറ്റൽ നശിപ്പിച്ചത്. ഇതുപോലൊരു പൊട്ടത്തരം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തായാലും ഓക്കെ, ഇതിന്ന് പാഠം പഠിക്കുന്നു വിചാരിക്കുന്നു ഡൽഹി. എന്നിട്ട് മാച്ച് കഴിഞ്ഞ ശേഷം ഒരു കരയിലും എന്താ സ്ഥിതി? എന്തായാലും ത്രില്ലിംഗ് മാച്ചായിരുന്നു. എന്തുകൊണ്ടും പൊട്ടത്തരം കൊണ്ടും പിന്നെ നല്ല പെർഫോമൻസ് കൊണ്ടും.